ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചാലോ എന്ന്. ഗുരു പറഞ്ഞു, നമുക്ക് ആ തടാകക്കരയിലുള്ള മരത്തിന് ചുവട്ടിലിരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക. അങ്ങനെ ആ ശിഷ്യൻ പോയി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് മുഴുവൻ കലങ്ങി മറിഞ്ഞതായിരുന്നു. ഗുരു പറഞ്ഞു, നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നോക്കാം. അങ്ങനെ അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ശിഷ്യൻ പോയി വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് നല്ലതുപോലെ തെളിഞ്ഞതായിരുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ശിഷ്യൻ പോയി വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് നന്നായി തെളിഞ്ഞ വെള്ളമായിരുന്നു. അവർ ആ വെള്ളം കുടിച്ച് അവിടുന്ന് യാത്രയായി. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് പറയുന്ന വാക്കുകളും ഇതുപോലെ തന്നെയാണ്. അവർ പറയേണ്ട വാക്കുകളെക്കാട്ടിൽ കൂടുതലായിട്ട് കച്ചറിയായിട്ടുള്ള വാക്കുകളായിരിക്കും ആ പറയുന്നതിലുണ്ടാവുക. അത് അവരുടെ മനസ്സിൽ എന്തുമാത്രം ആഴത്തിൽ മുറിവുകളേൽപ്പിക്കുമെന്നും നമ്മൾ എത്ര സോറി പറഞ്ഞാലും പ്രായശ്ചിത്തം ചെയ്താലും ഒരിക്കലും ആ മനസ്സിനെ പഴയതുപോലെ ആക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ദേഷ്യം തീർക്കുക മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒത്തിരി ദേഷ്യം വരുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കാൻ അനുവദിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താണോ പറയേണ്ടത് മാത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കിട്ടും. നമ്മുടെ ശരീരത്തിൻ്റെ മുറിവുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മനസ്സിൻ്റെ മുറിവുകൾ കാണാൻ പറ്റുമായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തുമാത്രം പേരാണ് വർഷങ്ങളായിട്ട് ഒരുപാട് മുറിവേറ്റ മനസ്സുമായി പഴുത്തൊലിച്ച് വ്രണങ്ങളായി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമങ്ങൾ അറിയിക്കാതെ നടക്കുന്നവർ. അതുപോലെ മറ്റു ചിലർ അഗ്നിപർവ്വതം പോലെ പുകയുന്ന മനസ്സുമായി ചിരിച്ച് നല്ല സന്തോഷത്തോടെ അഭിനയിച്ച് ജീവിക്കുന്നു. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മൾ എന്തൊക്കെയോ കുറേ നേടുന്നു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ അഹങ്കരിക്കുന്നു, ഞാനോ ആരോ ആണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുമ്പോൾ അവരുടെ കണ്ണീര് ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഈ അഹങ്കാരത്തിൻ്റെ നടുവിൽ ഒരു ദിവസം സർവ്വത് ഉപേക്ഷിച്ച് ഓർക്കാത്ത നിമിഷത്തിൽ നമ്മൾ മരണത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. എത്ര വിചിത്രമാണ് ഈ ജീവിതം.